പുറമ്പോക്ക് ഭൂമി കണ്ടെടുത്ത് കാലടി മലയാറ്റൂർ റോഡ് വികസിപ്പിക്കണമെന്ന കോടതി ഉത്തരവ് വൈകിപ്പിക്കുന്നതായി പരാതി. സർവേ വിവരങ്ങൾ ലഭ്യമല്ലെന്ന വിചിത്രവാദമുയർത്തിയാണ് ഉദ്യോഗസ്ഥർ കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന ആരാധനാ കേന്ദ്രങ്ങളിലൊന്നായ മലയാറ്റൂർ പള്ളിയിലേക്ക് പോകുന്ന 11 കിലോമീറ്റർ റോഡിന് പല സ്ഥലത്തും പല വീതിയാണ്. കയ്യേറ്റത്തെ സംബന്ധിച്ച് രേഖകൾ പരിശോധിച്ച ഹൈക്കോടതി കയ്യേറ്റമൊഴിപ്പിച്ച് റോഡിന്റെ വീതി കൂട്ടാൻ 2019 ഉത്തരവിട്ടു. ഉത്തരവിന്മേൽ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് കളക്ടർക്കെതിരെ കോടതിയലക്ഷ്യ ഹർജി നൽകിയ ആക്ഷൻ കൗൺസിൽ സബ് ജഡ്ജിയെ കയ്യേറ്റം പരിശോധിക്കാൻ നിയോഗിച്ചു. ഇവിടുത്തെ മുൻ മന്ത്രി സഹിതം ഈ കളക്ടറോട് വിധി നടപ്പാക്കാൻ പറഞ്ഞ് ഈ ഭരണകക്ഷിയുടെ എല്ലാ നേതാക്കളും ഈ റോഡ് 400ഓളം പേര് ഈ 11 കിലോമീറ്റർ അളന്ന് ഇതിൻ്റെ സമരം നടത്തിയിട്ട് പോലും ജില്ലാ കളക്ടർ നടപ്പാക്കുന്നില്ല. കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് പിടിയില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ റോഡിൽ കുറച്ച് പാവപ്പെട്ടവരെയൊക്കെ പുറമ്പോക്ക് പൊളിച്ചിട്ടുണ്ട്. പൂർണ്ണമായി പൊളിച്ച് നീക്കി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ച് റോഡ് വൃത്തിയായിട്ട് ടാർ ചെയ്യണം. കയ്യേറ്റം കണ്ടെത്തിയതായി ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി സബ് ജഡ്ജി കോടതിയിൽ റിപ്പോർട്ട് നൽകി. സർവേയിൽ സ്ഥാപിച്ച കല്ലുകളിൽ പലതും പിഴുതുമാറ്റിയ നിലയിൽ റോഡിന്റെ വശങ്ങളിൽ എപ്പോഴും കാണാം. പുറമ്പോക്ക് ഒഴിയാൻ പലരും തയ്യാറായെങ്കിലും കൃത്യമായി അളവെടുക്കാതെ കയ്യേറ്റക്കാരായ ഉന്നതരെ സംരക്ഷിക്കാൻ ശ്രമിച്ചതായും ആരോപണമുണ്ട്. കയ്യേറ്റത്തിൽ മുൻ പഞ്ചായത്ത് അധികൃതരുടെ ഒത്താശ ഉണ്ടായിരുന്നതായും ആരോപണമുണ്ട്. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഭിത്തിയായിരുന്നത്. ഇത് പഴയ തറവാട് കോവിലകം പോലെ പണിത മരവും ഓടും മരവും വെച്ച് പഴയ കോവിലകം പോലെ പണിതിരുന്ന വീടാണിത്. അത് ആരുടെയോ താല്പര്യപ്രകാരം അവർ പൊളിച്ച് ഇതുപോലെയാക്കി ഞങ്ങളെ. ഈ വീട് പൊളിച്ചപ്പോൾ ഈ വീട് പൊളിച്ചതിൻ്റെ പേരിൽ ആ മതിലുകാരൻ്റെ മതിലും പൊളിച്ചു. എന്നാൽ വേറെ ഒരിടത്ത് 1 ഇഞ്ച് പോലും അവരിപ്പോൾ വരെ അവരെ കൊണ്ട് പൊളിപ്പിക്കാനോ പുറമ്പോക്കുള്ളടമുണ്ട്. പക്ഷെ അതൊന്നും അവർ നോക്കിയില്ല. ഈ ഒരു വീട് മാത്രം പൊളിപ്പിച്ചുകൊണ്ട് അവർ പോയി. ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്നുള്ളത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കേസ് നിലനിൽക്കുമ്പോഴും പല സ്ഥലത്തും റോഡ് കയ്യേറി പുതിയ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. നീലേശ്വരം പഞ്ചായത്ത് ഓഫീസ് നിലനിൽക്കുന്നതും റോഡ് കയ്യേറിയാണെന്നും ഇത് സമീപത്തുള്ള പല ഉന്നതരുടെയും കയ്യേറ്റങ്ങൾ സംരക്ഷിക്കാനാണെന്നും ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നു. ഈ വഴി പോകുന്നത് 2 പഞ്ചായത്തിലൂടെയാണ്. കാലടി പഞ്ചായത്ത്, മലയാറ്റൂർ നീലേശ്വരം പഞ്ചായത്തിൽ. ഈ മലയാറ്റൂർ നീലേശ്വരം പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് തന്നെ പുറമ്പോക്കിലാണ് നിൽക്കുന്നത്. ഏകദേശം പഞ്ചായത്ത് രാജ് നിർമ്മാണപ്പെട്ട പ്രകാരം 3 മീറ്റർ തള്ളിട്ടേ പണിയാൻ പാടുള്ളൂ. ഇത് പുറമ്പോക്ക് ഇങ്ങോട്ട് തള്ളിയിട്ടും കൂടാതെ ഗാന്ധിജിയുടെ ഒരു പ്രതിമ കാണാം നിങ്ങളിവിടെ ബാക്കിൽ. ഈ പ്രതിമ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതും ഈ കയ്യേറി വെച്ചിരിക്കുന്നതും ഇവിടുത്തെ കയ്യേറ്റക്കാരെ സംരക്ഷിക്കാനാണ്. രാഷ്ട്രീയ സ്വാധീനം കുറഞ്ഞ സാധാരണക്കാരുടെ കയ്യേറ്റങ്ങൾ പൊളിച്ചു മാറ്റിയപ്പോൾ സമീപത്തെ കെട്ടിടങ്ങൾ ഒന്നും തന്നെ നടപടി നേരിട്ടില്ല. റോഡിന് വീതിയില്ലാത്തതിനാൽ അപകടങ്ങളും വർദ്ധിച്ചു. തിരക്കിട്ട കാന നിർമ്മാണം നടത്തുന്നത് ഭാവിയിൽ പുറമ്പോക്ക് ഭൂമി റോഡിന്റെ ഭാഗമായി മാറാൻ കാരണമാകും. കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പഴയ സർവേ വിവരങ്ങൾ ലഭ്യമല്ലെന്നാണ് സർവേ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കുന്നത്. കയ്യേറ്റം ഒഴിപ്പിക്കാനോ വീതി കൂട്ടാനോ യാതൊരു നടപടിയും ഉണ്ടായിട്ടുമില്ല. ന്യൂസ് മലയാളം, കൊച്ചി.